ആലപ്പുഴയിലെ അപകടം. ആ അപകടത്തിൽ സത്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞതാണ് അതൊരു അപകടമല്ല, അതൊരു കൊലപാതകമാണെന്ന്. അത് പറയാനുള്ള കാരണം മറ്റൊന്നും കൊണ്ടല്ല, 11 പേർ അല്ല 6 പേർ കയറേണ്ട വാഹനത്തിൽ അല്ലെങ്കിൽ 8 പേർ കയറേണ്ട വാഹനത്തിൽ 11 പേരാണ് കയറിയത്. വരുത്തി വെച്ച അപകടമെന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഈ വെളിച്ചക്കുറവും ഈ മഴയുടെ ഒരു ശക്തമായ മഴയിൽ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് കറക്റ്റായി റോഡ് കാണാൻ പറ്റാത്തതും ഒക്കെ വലിയ ഘടകങ്ങളായിരുന്നു. പിന്നെ വാഹനത്തിൻ്റെ കാലപ്പഴക്കം, അത്യാധുനിക സംവിധാനങ്ങൾ വാഹനത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളതൊക്കെ വലിയ അപകടത്തിന് വലിയ കാരണമായി എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ, ഷെയ്ൻ എന്ന് പറയുന്ന ഇവരെ ഒപ്പം സിനിമയ്ക്ക് പോകേണ്ട ഒരാൾ ഒരു അപകടവും കൂടാതെ ഹോസ്റ്റലിലേക്ക് എത്തി. ഷെയ്ൻ എവിടെയാണ് എന്ന് അന്വേഷിച്ചപ്പോൾ ഷെയ്ൻ ഹോസ്റ്റൽ റൂമിലുണ്ട് എന്നാണ് പറയുന്നത്. ഒരു വലിയ ട്വിസ്റ്റ് സംഭവിച്ചോ? ഒരു ദുരൂഹത മണക്കുന്നു എന്നുള്ളതാണ് ആദ്യം തന്നെ കാര്യം. നമ്മൾ ഇപ്പം ഞാനോ ധന്യയും ഇവിടെയുള്ള കുറച്ചാളുകളും കൂടെ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നു. ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വലിയ അപകടം നടക്കുന്നു. ഞാൻ ആ അപകടത്തിൽ എനിക്ക് വലിയ പരിക്കൊന്നും പറ്റാതെ ഞാൻ പെട്ടെന്ന് തെറിച്ച് വീഴുകയാണെങ്കിൽ പെട്ടെന്ന് എന്താ ചെയ്യാൻ ശ്രമിക്കുക? ആളുകൾ പരമാവധി പെട്ടെന്ന് ആളുകളൊക്കെ ഓടിക്കൂടും, അവരെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. ഒരുപക്ഷെ ഞാനും അവരുടെ കൂടെ പോകാൻ ശ്രമിക്കും. എനിക്ക് വയ്യാത്ത പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ അല്ലെങ്കിൽ ഞാൻ അവിടെ സ്തബ്ധനായി നിന്നു പോകും എന്നുള്ളതാണ്. പക്ഷെ അതിലൊക്കെ അപ്പുറത്തേക്ക് ഇവിടെ സംഭവിച്ചത് ഈ വണ്ടി ഓടിച്ചിരുന്ന വിദ്യാർത്ഥിയാണെന്ന് തോന്നുന്നു ഈ രക്ഷപ്പെട്ടത്. എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്, എനിക്കറിയില്ല. രക്ഷപ്പെട്ടവരിൽ ഒരാളാണ് എന്തായാലും. ഒരു പരിക്കും പറ്റാതെ ആദ്യമേ രക്ഷപ്പെട്ടവരിൽ ഒരാളാണ്. ഇപ്പം ഏറ്റവും പുതിയ വാർത്ത പുറത്തു വന്നത് വാഹനം ഓടിച്ചിരുന്ന വിദ്യാർത്ഥിയുടെ ലൈസൻസ് റദ്ദാക്കും എന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കുട്ടി എന്ന് ഞാൻ പറയുന്നത് മെഡിക്കൽ വിദ്യാർത്ഥിയാണ്, അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പറഞ്ഞത്. മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ടുള്ള ഇദ്ദേഹം തെറിച്ചു വീഴുന്നു. അങ്ങനെ തെറിച്ച് വീണപ്പോൾ അടിച്ചുപോയ ചെറിയ ചില വേദനകളല്ലാതെ വേറൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ആളുകൾ ഓടിക്കൂടുന്നുണ്ട്. ആളുകൾ ഓടിക്കൂടി ഇവരെല്ലാം എടുത്ത് പെട്ടെന്ന് തന്നെ ഈ കാറ് വെട്ടിപ്പൊളിച്ചാണ് ഇവരെ എടുക്കുന്നത്. കാറ് വെട്ടിപ്പൊളിച്ചെടുക്കുമ്പോൾ ഈ പരസ്പരം ഇവരുടെ മുഖങ്ങൾ തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ചോരയിൽ കുളിച്ചു പോയിരുന്നു എന്നാണ്. അതായത് നമുക്കൊരു പരിധി വരെയൊക്കെ ചോര ആയാൽ പോലും നമുക്കറിയാം ഇതാരാണ് എന്നുള്ളത്. പക്ഷേ ഡയറക്റ്റ് കാണുമ്പം പോലും മനസ്സിലാവാത്ത രീതിയിലേക്ക് ചോര കട്ട പിടിച്ച് മൂടിയിരുന്നു മുഖം എന്നുള്ളതാണ്. അപ്പം അത് അവിടെ നിന്ന് അങ്ങനെ തന്നെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ഇവിടെ രക്ഷപ്പെട്ടത് യഥാർത്ഥത്തിൽ ഇതിൽ രക്ഷപ്പെട്ട മറ്റ് 2 പേരുണ്ട്. അതായത് ഇവർ സിനിമയ്ക്ക് വേണ്ടിയാണ് ഈ മെഡിക്കൽ വിദ്യാർത്ഥികളെല്ലാം കൂടി ഇറങ്ങിയത്. ഇവരെല്ലാം പല ഭാഗത്തു നിന്ന് വന്ന് ഏകദേശം 49 ദിവസം മാത്രം ആണ് ഇവരുടെ അടുപ്പത്തിൻ്റെ ആഴമെന്ന് പറയുന്നത്. അപ്പം അതിൽ തന്നെ 21 ദിവസം പ്രായമുള്ള ഒരാൾ കൂടെ അതിലുണ്ട്. ലക്ഷദ്വീപിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം ഇവർ പോകാൻ ശ്രമിക്കുമ്പോൾ ഒരു കുട്ടിക്ക് ഇതിൽ പറയുന്ന ഒരു വിദ്യാർത്ഥിക്ക് വീട്ടിൽ നിന്ന് ഫോൺ വന്നു. ഈ ഫോൺ വന്നു. ഷെയ്ൻ അല്ലല്ലോ ഫോൺ വന്നത്, ബൈക്കിൽ വന്ന ഒരാൾക്ക്. അതായത് ഫോൺ ഈ പറയുന്ന പോലെ ഒരാൾക്ക് ഫോൺ വന്നു. ആ ഫോൺ വന്നതിന് ശേഷം ഇവർ പറയാണ് അതായത് നിങ്ങൾ പോയിക്കോളൂ, ഞാനും ആ കുട്ടിയുടെ കൂടെയുള്ള വേറൊരു ലേഡി ആയിട്ടുള്ള പെൺകുട്ടി, ആ ലേഡി ആയിട്ടുള്ള പെൺകുട്ടിയും കൂടെ ബൈക്കിൽ വരാം എന്ന് ഇവരോട് പറയാണ്. നിങ്ങൾ പോയിക്കോ, എനിക്ക് ഫോൺ വരുന്നുണ്ട്, നിങ്ങൾ പോയിക്കോ, സമയം വൈകണ്ട എന്ന് പറയാണ്. അങ്ങനെ ഇവർ ഈ വണ്ടിയെ എനിക്ക് തോന്നുന്നു ടവേര ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ, ടവേരയെ പിന്തുടർന്ന് പോവുകയാണ്. അങ്ങനെ ടവേര പിന്തുടർന്ന് പോകുമ്പോഴാണ് കുറച്ച് മുന്നോട്ടെത്തുമ്പോൾ ആളുകളും ബഹളവും പോലീസും ഒക്കെ കാണുന്നു. അപ്പോൾ വണ്ടി ആക്സിഡൻറ്റിൽ പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം തങ്ങൾ കൂടെ വന്ന വണ്ടിയും ഏകദേശം ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോഴാണ് ഇവർ തിരിച്ചറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നു കോഴിക്കോട് സ്വദേശിയാണ് ആ കക്ഷി എന്നാണ് എനിക്ക് തോന്നുന്നത്, അദ്ദേഹം രക്ഷപ്പെട്ടത്. അവർ 2 പേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷെ ഇവിടെ നിന്ന് ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ അപകടത്തിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആ വിദ്യാർത്ഥി പിന്നീട് ആ വിദ്യാർത്ഥിയെ ആരും കണ്ടിട്ടില്ല. ആ വിദ്യാർത്ഥി പിന്നീട് കണ്ടത് ഹോസ്റ്റലിലാണ്. പോലീസുകാർ അന്വേഷിക്കുമ്പം 10 വിദ്യാർത്ഥികൾ മാത്രമാണ് എന്നാണ് ആദ്യം കിട്ടുന്ന വിവരം. പിന്നീടാണ് ഇവരിൽ നിന്ന് അതിൽ തന്നെ വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്നാണ് 11 പേരുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ 11ാമൻ എവിടെ? ഇതൊരു വലിയ ചോദ്യമല്ലേ. കാര്യം ഒരു ആക്സിഡൻറ്റ് സംഭവിക്കും, 11ാമൻ എവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് ഇയാൾ ഹോസ്റ്റൽ റൂമിലുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഹോസ്റ്റൽ റൂമിൽ സുഹൃത്തുക്കളെല്ലാം കൂടെ പോയപ്പം ഇദ്ദേഹം വല്ലാത്തൊരു പരിഭ്രാന്തനായ അവസ്ഥയിലായിരുന്നു, ഒരു മെൻ്റൽ ഷോക്കിലായിരുന്നു. ഈ ഒരു ആക്സിഡൻറ്റ് നടന്നതിൻ്റെ ഷോക്കിൽ നിന്ന് വിട്ടുമാറാത്ത രീതിയിലായിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഉടനെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർമാർ പറയുന്നത് ഇദ്ദേഹത്തിന് കാര്യമായ മാനസികാഘാതം ഉണ്ടായിട്ടുണ്ട്, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്നാണ്. അതായത് ഫിസിക്കലായി വലിയ ആഘാതം മറ്റുള്ളവർക്കുണ്ടായ സമയത്ത് ഇദ്ദേഹത്തിന് മനസ്സിനാണ്
കടുത്ത ആഘാതം ഉണ്ടായത്. മനസ്സിന് ആഘാതം ഉണ്ടാവുക എന്ന് പറയുന്നത് എന്താണ്, ചില്ലറയൊന്നുമല്ല, അറിയാമല്ലോ. വലിയ ശാരീരികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളേക്കാൾ പുറത്ത് കാണാത്ത പക്ഷേ ഒരാൾ അനുഭവിക്കേണ്ടി വരുന്ന തീയിൽ നീറി ഒടുങ്ങുന്ന അവസ്ഥയിലേക്കുള്ളതാണ് മാനസികാഘാതം എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലൊരു പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇതിലൊരു ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞപ്പം നമ്മളെല്ലാം ചിന്തിക്കുക എന്താണ്, ഇതിലൊരു ദുരൂഹതയുണ്ടല്ലോ, ആരെങ്കിലും കാണാതിരിക്കുമ്പോൾ ഒരു ദുരൂഹതയുണ്ടല്ലോ എന്ന് ചിന്തിക്കും. ആ ഒരു ചിന്ത അങ്ങനെ തന്നെ മാറ്റി വെച്ചുകൊണ്ട്, അവിടെ തന്നെ ആ ഒരു സംശയം അവിടെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഒരു കടുത്ത ഒരു ആഘാതം വന്ന ഒരാൾ, പെട്ടെന്നൊരു മാനസികമായിട്ട് ഷോക്ക് വന്നൊരു മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് താൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഓടാനാണ് ഒരു പക്ഷേ തോന്നുക. വേറെ എവിടെയും സേഫ് അല്ല, എനിക്ക് ഭയമായിരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടിയ വണ്ടി വിളിച്ച് ഹോസ്റ്റലിൽ പോയി അവിടെ ഇരുന്ന് ഒതുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥയുണ്ട് ഇത്തരം ഷോക്കേറ്റ ആളുകൾക്ക്. നമ്മളത് കാണുന്നതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിലൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹം അങ്ങനെ ആയിരിക്കാം ഹോസ്റ്റലിലേക്ക് പോയിട്ടുണ്ടാവുക. ഇദ്ദേഹത്തിന് ഇനിയിപ്പം എന്താണ്, ഈ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും ട്രീറ്റ്മെൻറ്റും തന്നെ ആവശ്യമുണ്ട്. ഇത്തരം ഷോക്കുകളിൽ നിന്നും പുറത്തു വരാനുള്ള ട്രീറ്റ്മെൻറ്റും തന്നെ ആവശ്യമുണ്ട്. അത് മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് തന്നെ ആവശ്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് തന്നെയായാലും ഇത് വലിയൊരു ദുരന്തമാണ് ഇവിടെ നടന്നത്. ഒപ്പം ഈ പറയുന്ന പോലെ എന്താണ്, ഈ വണ്ടി ഓടിച്ചതും വണ്ടിയുടെ കാലപ്പഴക്കവും ഒക്കെ വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആൾക്ക് 5 മാസം ലൈസൻസ് കിട്ടിയിട്ട് 5 മാസമേ ആയിട്ടുള്ളൂ. ഇവർക്കൊന്നും വലിയ പ്രായമില്ല, 19 വയസ്സേ ആയിട്ടുള്ളൂ. ഇതൊന്ന് 18 വയസ്സ് പൂർത്തിയായപ്പോൾ ലൈസൻസ് എടുത്തവരാണ് ഇവരൊക്കെ. MBBS പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അത് പലരും നീറ്റിന് കോച്ചിങ് പോലും പോകാതെ വീട്ടിലിരുന്ന് പഠിച്ച് അത്രയും ബുദ്ധിയുള്ള, വീട് വെച്ചിട്ട് 2 മാസമായവരുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകനായ ശ്രീദീപ് ഒക്കെ, ശ്രീപ്രദീപ് ഒക്കെ ഒറ്റ മകനാണ്. ആ അച്ഛൻ അധ്യാപകനാണ്, അമ്മ അഡ്വക്കേറ്റാണ്. എങ്ങനെയാണ് അച്ഛനും അമ്മയൊക്കെ ഈ ദുഃഖവും ജേഴ്സി മകന് വാങ്ങി വെച്ചതാണ്. അപ്പോൾ ക്രിസ്മസ് അവധിക്ക് മകൻ വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ ഇനി ഈ ജേഴ്സി വെച്ച് കാത്തിരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും കൂടി കോളേജിലേക്ക് ഈ ജേഴ്സി അയക്കാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രി വിളിച്ചപ്പോൾ ഞങ്ങളൊക്കെ വൈവ കഴിഞ്ഞു, അതിൻ്റെ ഒരു മാനസിക പിരിമുറുക്കമുണ്ട്, അതൊന്ന് തീർക്കാനായിട്ട് സിനിമ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞു. ശരി, സിനിമയ്ക്ക് പോയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും അച്ഛനും ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നീട് അറിയുന്നത് ഏകദേശം 9:30 അറിയുന്നത് മരണപ്പെട്ടു എന്നുള്ളതാണ്. സത്യത്തിൽ ഈ അച്ഛനും അമ്മ ഒറ്റ മക്കളല്ല, നമുക്ക് എത്ര മക്കൾ ഉണ്ടായാലും നമുക്കൊരു വേദന തന്നെയാണ്. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അത് താങ്ങാൻ കഴിയുന്ന ഒരു, മക്കളെ സ്നേഹിക്കുന്ന അച്ഛനമ്മമാർക്കൊന്നും ഒരിക്കലും എവിടെ വെച്ച് സഹിക്കുമെന്നാണ് ചോദിക്കുന്നത്. അതെ, എങ്ങനെയാണ് സഹിക്കുക എന്നാണ് പലരും ചോദിക്കാറ്. സത്യമാണ്. നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ ജീവിതം, നമ്മളെ തന്നെ നമ്മൾ അവരിലേക്ക്, ഇപ്പം എല്ലാവരും പറയും നമുക്ക് സമയം നമുക്ക് വേണ്ടി സമയം കെട്ടണം, നമ്മളെ മക്കൾക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം എന്തെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രസവിച്ച് വളർത്തിയ മക്കളാണ്. അവർ കഴിഞ്ഞിട്ടേ അമ്മമാർക്ക് ഈ ലോകത്ത് മറ്റെന്തുമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മുടെയൊക്കെ മക്കൾക്കൊരു ചെറിയ ജലദോഷമോ പനിയോ വന്നാൽ പോലും സഹിക്കാൻ പറ്റാത്തവരാണ്. അപ്പോൾ അവിടെയൊക്കെ ഒറ്റ മകനെ വെച്ച് ജീവിതത്തിൽ എന്തെല്ലാം പ്രതീക്ഷകൾ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിക്കാണും. ആ പ്രതീക്ഷകളെയൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് അവൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരിക്കലും നമുക്കൊന്നും സത്യം, എനിക്ക് ഞാൻ ആ വാർത്തകളൊന്നും ഫോളോ ചെയ്തിട്ടേ ഇല്ല. ഞാൻ ഒരു വാർത്തകളും, കാരണം എന്നെ അത് വല്ലാതെ അസ്വസ്ഥമാക്കും, വല്ലാതെ ബുദ്ധിമുട്ടാക്കും എന്നുള്ള ഭയത്തിൽ. എനിക്ക് മക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ അച്ഛനും അമ്മമാർക്കുമുള്ള ഏക പ്രതീക്ഷ നിങ്ങളാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ സ്നേഹിക്കുന്ന അച്ഛനും അമ്മമാർക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വാഹനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് പോകുമ്പോഴും, പ്രത്യേകിച്ച് ശക്തമായ മഴ സമയത്തും ഒക്കെ പുറത്ത് പോകുമ്പോൾ നല്ല ശ്രദ്ധ വേണം എന്നുള്ളതാണ്. 18 വയസ്സിലൊക്കെ ലൈസൻസ് എടുത്ത് റോഡിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ഞങ്ങൾക്കപ്പുറം മറ്റൊന്നും ഇല്ല എന്നൊക്കെ വിചാരിക്കുന്ന അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ജീവനും അപകടമാണ്. വാഹനം അമിത വേഗത്തിൽ പോയാൽ ഓപ്പോസിറ്റ് വരുന്ന ആളുകളുടെ ജീവനും നമുക്ക് നഷ്ടപ്പെടും എന്നുള്ള ഒരു ഓർമ്മയൊക്കെ മനസ്സിൽ വെച്ചിട്ട് യാത്ര പോവുക എന്നുള്ളതാണ്. ഇവിടെ കുട്ടികളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം MBBS വിദ്യാർത്ഥികളാണ്, അവർക്ക് ചിന്തിക്കാനുള്ള വിവരമുള്ളവരാണ്. കാരണം 11 പേരൊന്നും വാഹനത്തിൽ കയറില്ല എന്ന് ചിന്തിക്കാം അവർക്ക്. മാത്രമല്ല ശക്തമായ മഴയാണ്. ഒന്ന് മഴയൊക്കെ കുറഞ്ഞിട്ട് രാത്രിയൊക്കെ അല്ലെങ്കിൽ സിനിമ നമുക്ക് ഒഴിവ് സമയങ്ങളിൽ പോകാം, പകൽ എന്നൊക്കെ പിന്നെ മരണം പറയുമല്ലോ ഈ നമ്മളിനി എന്തൊക്കെ പറഞ്ഞാലും വിധി.
അല്ല, ആക്സിഡന്റിന്റെ ആഘാതത്തെ പറ്റി കൃത്യമായി അറിയുന്ന ആളുകളാണ് അവരൊക്കെ. അതെ. അവരാണ് ഈ പഴയ വണ്ടിയിൽ 11 പേരുമായിട്ടൊക്കെ യാത്ര ചെയ്ത് പോയതെന്ന് പറയുമ്പോൾ വളരെ സങ്കടകരമാണ്. അപ്പോൾ ഒരു കാര്യം കൂടി പറയാനുള്ളത് തന്നെയാ, ഈ പറയുന്ന അവര് ഒരു മറുഭാഗത്തു നിന്ന് തെന്നി ഈ ഭാഗത്തേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു. അപ്പം ഈ പറയുന്ന KSRTCക്കാണല്ലോ ഇടിച്ചത്. ആ KSRTC ഡ്രൈവറുടെ പേരിൽ പോലീസ് ഗുരുതര വകുപ്പിട്ട് കേസെടുത്തിരിക്കുന്നു. നീതിന്യായ സംഹിതയുടെ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് പോലീസ് പിന്നെ കേസെടുത്തിരിക്കുന്നു. 281 വകുപ്പ് 106 വകുപ്പ്, അതായത് 6 മാസം വരെ തടവും മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് 5 വർഷം വരെ. അത് FIR ഇട്ടിട്ടുണ്ട്. ഈ ഡ്രൈവർ ഇനി ഈ കേസിന്റെ പിന്നാലെ ഇറങ്ങി മാത്രമല്ല ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടാം. പക്ഷേ ഈ പറയുന്ന കൃത്യമായ തെളിവുകളുടെ എല്ലാ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനൊരു തെറ്റും പറ്റിയിട്ടില്ല എന്നും, ഇവർ വണ്ടി വന്ന് ഈ KSRTCക്ക് മുന്നിലേക്ക് വന്ന് നേരെ കയറുകയായിരുന്നു എന്നും, ആ സമയത്ത് ബ്രേക്ക് ഇടുക എന്നൊരു തെറ്റാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളൂ എന്നുമാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇത്തരത്തിലൊന്നും യഥാർത്ഥ തെറ്റ് ചെയ്യുന്ന ഒരുപാട് ഡ്രൈവർമാരുണ്ട്. അതല്ലാതെ ഈ ഒരു തെറ്റും ചെയ്യാത്ത ആളുകളെ ഇതിന്റെ പേരിൽ ക്രൂശിക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും എല്ലാ കുട്ടികൾക്കും ആദരാഞ്ജലികൾ. അവരുടെ വിയോഗം സഹിക്കാൻ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ആദരാഞ്ജലി നേരാൻ മാത്രമല്ലേ നമുക്കിപ്പോൾ കഴിയുകയുള്ളൂ. എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ശ്രമിക്കുക.